മനുഷ്യൻ്റെ എല്ലാവിധ വികാരങ്ങളും ഉണർന്നു വരുന്ന ഒരു സമയമാണ് ഈ ട്രെയിനിൽ പൊതിച്ചോറുകളൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴുള്ളൊരു മണം വരുമ്പോൾ ഉണ്ടാവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ഓഫീസ് വിട്ട് വരുമ്പോൾ ആഴ്ചയിലൊരു ദിവസം ട്രെയിനിൽ ആൾക്കാരെല്ലാവരും പൊതിച്ചോറ് ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. ചില സ്ഥലത്ത് ചിക്കൻ കറി, ചോറ്, ചിക്കൻ കറി, ചപ്പാത്തി, ചിക്കൻ പൊരിച്ചത്, മീൻ വറുത്തത്, തേങ്ങ ചമ്മന്തി, മീൻ മുളകിട്ടത്, ടൊമാറ്റോ റൈസ്, തക്കാളി റൈസ്, തൈര് സാദം, പൊട്ടറ്റോ ഫ്രൈ, തേങ്ങ ചമ്മന്തി, ഒന്നും പറയണ്ട. അപ്പോൾ ഈ കാണുന്ന ചോറ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ട്രിപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കും രാത്രിക്കുള്ള ഫുഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല, സർപ്രൈസാണ്. നോക്കട്ടെ, ശരിയാവുകയാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നല്ല ഒന്നാന്തരം പച്ചരിയാണ് ഇതിന് ഏറ്റവും നല്ല ചോയ്സ്. HMT കോലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അരിയാണ്. മഹാരാഷ്ട്രൻ ബ്രീഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കുഴയില്ല. അത് തിളപ്പിച്ചൂറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കുക്കറിലിടുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സംഗതി ഉഷാറായി. പക്ഷെ അതൊരു കട്ട കുത്തിപ്പോവും. അതാണ് അതിൻ്റെ ഒരു കുക്കറിൽ വാർക്കുമ്പോഴുള്ള, അല്ലെങ്കിൽ കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡ്രോബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ ജസ്റ്റ് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ്, പൊട്ടറ്റോസ് എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇമ്മാതിരി കട്ട് ചെയ്യണം. നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും അധികം പൊട്ടറ്റോ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവസാനം ഔട്ട്പുട്ട് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഓവൻ സേഫ് ബൗളിൽ വെച്ചു. എല്ലാ പൊട്ടറ്റോവും ഇതേപോലെ സ്ക്വയർ പീസായി കട്ട് ചെയ്ത് ഓവൻ സേഫ് ബൗളിൽ വെച്ചു. അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം, ഇല്ലെങ്കിൽ അതൊരുമാതിരി ചുങ്ങിപ്പോവും. പിന്നെ കുറച്ച് ചെറുനാരങ്ങ വേണം, ഇത്രയും ചെറുനാരങ്ങ വേണം. അത് ഓവനിലൊരു 30 സെക്കൻഡ് ചൂടാക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഒറ്റെണ്ണത്തിന് വെറുതെ വിട്ടില്ല. പിഴിഞ്ഞതിനെ ഒന്നും കൂടി ഒരുമിച്ചിട്ട്, അപ്പോഴും നല്ലോണം ജ്യൂസ് വരുന്നുണ്ടായിരുന്നു. 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് പിഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലതായിട്ട് ജ്യൂസ് എടുത്താലാണ് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് തികയുള്ളൂ. ഓക്കെ, അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഗണേശോത്സവം തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികൾ, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. ഈ പൊട്ടറ്റോ ഫ്രൈക്ക് ആദ്യം നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളിയാണ് ഇടുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇത്രയും എടുത്തു, അതൊന്ന് ഇങ്ങനെ ചതച്ചെടുത്തു. ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ച് സേഫ്റ്റിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ആദ്യം വെളുത്തുള്ളിയുടെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ആദ്യം ഇട്ടു. ഇരുമ്പ് ചീനച്ചട്ടിയിൽ എണ്ണ പിശുക്കില്ലാതെ ഒഴിക്കണം. അതിന് ശേഷം കറിവേപ്പില, കുറച്ച് പൊട്ടറ്റോ ഫോർ ദ സേഫ്റ്റി. എന്നിട്ടും പൊട്ടിത്തെറിച്ചു. ഓക്കെ, ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പോൾ സൈമൾട്ടേനിയസ്ലി നമുക്ക് ലെമൺ റൈസിന് വേണ്ട സീസണിങ്സ് എടുക്കാം. കടുക്, ഉഴുന്നുപരിപ്പ്, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, കായത്തിൻ്റെ പൊടി, നിലക്കടല. അപ്പോൾ ഈ പൊട്ടറ്റോ, ബാക്കിയുള്ള പൊട്ടറ്റോയും കൂടി ഒന്ന് അതിലിട്ടു. അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അവിടെ സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ലെമൺ റൈസിൻ്റെ താളിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊക്കെ ഇട്ടു. അതിന് ശേഷം നിലക്കടല ഇട്ടു. എണ്ണ നല്ലോണം ഒഴിക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി. അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടത്. ദെൻ കറിവേപ്പില ഇട്ടു. ഇനി പൊട്ടറ്റോ ഏകദേശം പകുതിയായി. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിയിക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല, മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതവിടെ കിടന്ന് മൊരിയട്ടെ. പിറ്റേ ദിവസത്തേക്ക് വേണ്ടതില്ലേ, അപ്പോൾ നന്നായി മൊരിയണം. ഇനി ലെമൺ റൈസ് മിക്സിംഗ് ആണ് അടുത്ത പരിപാടി. വലിയ സ്റ്റീൽ ബൗളിലെടുത്തിട്ട് ചോറും ഈ സീസണിങ്സും എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിലിക്കൺ വാലൊടിഞ്ഞ കയ്യിലാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് നല്ല എളുപ്പമാണ് അതിങ്ങനെ വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുപോലും വേസ്റ്റ് ചെയ്യാതെ അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിച്ചു. അപ്പോഴാണ് ആലോചിക്കുന്നത് ഇതിൽ എന്തോ ഒരു സംഗതി മിസ്സിങ് ആണല്ലോ. അപ്പോഴാണ് നമ്മുടെ ട്വിസ്റ്റ്, പച്ചമുളക് ഇടാൻ മറന്നുപോയി. അവർക്കാണെങ്കിൽ ഭയങ്കര എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ പച്ചമുളകിന് ഞാനൊരു ഓവൻ സേഫ് ബോളിൽ മുറിച്ചിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഓവനിൽ ചൂടാക്കി. എന്നിട്ട് ഈ ലെമൺ റൈസിലേക്ക് അത് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫൈനൽ ലെമൺ റൈസ് റെഡി. കുറച്ചധികം സമയമുള്ളതുകൊണ്ട് ലിച്ചഡ് പാപ്പട് വറുത്തെടുത്തു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നാരങ്ങ അച്ചാർ, ലെമൺ റൈസ് 3 പാത്രത്തിലാക്കി, ദെൻ പൊട്ടറ്റോ ഫ്രൈ, ദെൻ ലിച്ചഡ് പാപ്പട്. സോ job finished, mission completed.